മുട്ട കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ആദ്യം 1 കിലോ കപ്പ കൊത്തിയരിഞ്ഞ് നന്നായി കഴുകി നമുക്കത് വേവിക്കാം. ഇതിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അതിൻ്റെ വാഷർ ഗാസ്കറ്റ് ഒന്നും ഇടാതെ ഊറ്റാനുള്ള സൗകര്യത്തിനാണ് കുക്കറിൽ വേവിക്കുന്നത്. ആ കപ്പ നികക്കെ വെള്ളം ഒഴിച്ച് അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം തിളപ്പിക്കണം. ഇടയ്ക്ക് അതൊരു 1/4 വേവാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം കൂടി വേവിക്കണം. പാകത്തിന് വേഗമാകുമ്പോൾ നമ്മളതിലെ വെള്ളം ഊറ്റിക്കളയുന്നു. ഇത് നമുക്ക് മാറ്റിവെക്കാം. പിന്നീട് ഒരു 5 മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് അടിച്ച് ഒരുവിധം നന്നായി ഒന്ന് അടിച്ചാൽ മതി. ഇതിനെ നമുക്ക് ചിക്കി പൊരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒത്തിരി പതയ്ക്കണമെന്നില്ല. ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ മുട്ട മിശ്രിതം ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ചിക്കി പൊരിച്ച പോലെ വരും. ഒത്തിരി പൊടിയായിട്ടൊന്നും പോകണ്ട. പിന്നീട് നമുക്ക് കുത്തി ഇളക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുവിധം ചിക്കി വന്നാൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കുറച്ച് എണ്ണ അധികം ഒഴിക്കുന്നത് നല്ലതാണ്. 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. സവാള വഴന്നു വന്നതിന് ശേഷം ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് ഒന്നുകൂടി വഴറ്റണം. മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം അരിഞ്ഞത് ഇടുവാണെങ്കിൽ നല്ല മണം കിട്ടും. ഇങ്ങനെയുള്ള ബിരിയാണികൾക്കും അതിനെല്ലാം മല്ലിയില വളരെ നല്ല ഫ്ലേവർ തരും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ സവാളയിലേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് നന്നായി വഴറ്റണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂണും കൂടെ ഇട്ട് ഇതെല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
പിന്നീട് മുട്ട മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് മതി. പിന്നീട് നമുക്ക് കുറച്ച് വലിപ്പമുള്ള ഒരു കുക്കിംഗ് വെസലിലേക്ക് കപ്പ ഇട്ടിട്ട് അതിലേക്ക് ഈ മസാല എല്ലാം കൂടെ ചേർത്ത് ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി നമുക്കതൊന്ന് ഒന്നുകൂടെ ആവി കയറ്റാം. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. ആ വെള്ളം ഒന്ന് വറ്റി ഈ മസാല എല്ലാം കപ്പയ്ക്കകത്തൊന്ന് പിടിച്ചു കൊള്ളട്ടെ. അതിനുശേഷം ഒന്നുകൂടെ അതൊന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് മുട്ട ചേർക്കാവുന്നതാണ്. മുട്ടയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനുശേഷം വക്കില്ലാത്ത നീളമുള്ള ഗ്ലാസ് അല്ലെങ്കിൽ വക്കില്ലാത്ത ഇതുപോലെയുള്ള ഒരു പാത്രം വെച്ച് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. അതാകുമ്പോൾ നമ്മൾ തവി കൊണ്ടൊക്കെ ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. നന്നായി മിക്സ് ചെയ്യാൻ പറ്റും. അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല മണം കിട്ടും. എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായി ആ പാത്രം വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാനുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. മുട്ട കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.